ഹായ് ഫ്രണ്ട്സ്, ഡി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകൾ, അപ്പോൾ അതിലുണ്ടായ അനുഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന വഴിക്ക് കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലം വരെ നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പം മഴ പൂരസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പൂരസ്ഥലത്ത് എത്തി. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്, വണ്ടികളൊന്നും ഒതുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ക്രൗഡായിരുന്നു. പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ തിക്കും തിരക്കിനിടയിൽ കൂടെയൊക്കെ വണ്ടി കയറ്റി കൊണ്ടുപോയി ഒതുക്കി ഞങ്ങൾ റൗണ്ടിലേക്ക് കിടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എല്ലാ വഴികളും, റൗണ്ടിലേക്കുള്ള വഴികളൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്ത്, പോലീസുകാർ ഫുള്ള് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരാൾ പോലും അപ്പുറത്തേക്ക് കടത്തുന്നില്ല. പിന്നെ ഞങ്ങൾ വഴികൾ അന്വേഷിച്ച് കുറേ നടന്നു. ലാസ്റ്റ് ഞങ്ങൾക്കൊരു ചെറിയ ഇടവഴി കിട്ടി. അപ്പോൾ അവിടെ കിടക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കൊട്ടും മേളൊക്കെ കിട്ടും. അത് ശരിക്കുള്ള കൊട്ടല്ല, അവിടെ വന്ന യുവാക്കൾ ഈ കുപ്പി അതുപോലെയുള്ള സ്റ്റിക്കൊക്കെ വെച്ചിട്ട് വെറുതെ അവിടെ കിടന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവർ നല്ല താളത്തിൽ കൂട്ടിയുള്ള സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് കയറിയതാണ്. പക്ഷേ ഞാനത് ആ വഴിക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് റൗണ്ടിലേക്ക് എത്താൻ സാധിച്ചു. റൗണ്ടിലേക്ക് എത്തിയതും പുള്ളിയുടെ നല്ല ക്രൗഡാണ്. അപ്പോൾ കടന്ന ഭാഗത്ത് തന്നെ മേളത്തിൻ്റെ സൗണ്ട് ഉണ്ട്, മേളം നടക്കുന്നുണ്ട് അവിടെ. അതുപോലെ ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കറക്റ്റ് ആ സ്പോട്ടിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം, നല്ല തിരക്കായതുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഒരാൾ കിടക്കാവുന്ന വഴിയിലൂടെയാണ് അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തിക്കി തിരക്കി എന്താ പറയുക, ഉണ്ടും തള്ളൊക്കെ ആയിട്ട് അവസാനം ഞങ്ങൾ റൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്പേസ് കിട്ടി, കയറി ചെന്ന ഭാഗത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് പേര് നീങ്ങി. ആ ഗ്യാപ്പിലൂടെ ഞങ്ങൾ റോഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു, റൗണ്ടിൻ്റെ ഉള്ളിലേക്ക്. അവിടെ നല്ല സൗകര്യമായിരുന്നു, അവിടെ വലിയ തിരക്കില്ല. മറ്റു സൈഡിൽ നിൽക്കുന്ന കടകളുടെ സൈഡിൽ നിൽക്കുന്ന അത്രയധികം തിരക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, എല്ലായിടത്തും പോലീസുകാരുണ്ട്. അപ്പോൾ എങ്ങനെയോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയോ പുറത്തേക്ക് കടന്നു. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആനകളെയും നിർത്തിയിട്ട് കുടമാറ്റം പോലെ തന്നെയാണ്. വൈകുന്നേരം ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ കാണും. ആ നേരത്താണ് ഈ മേള നടക്കുന്നത്. ഇത് തിരുവമ്പാടിയുടെയാണ്, ഈ തിരുവമ്പാടിയുടെ ഏരിയയാണിത്. ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയപ്പോഴാണ് അവിടെ പോലീസുകാരെ തിക്കും തിരക്കുമാണ്. അപ്പോൾ അവിടെ ഒരു വഴിയുണ്ട്, MG റോഡിൻ്റെ വഴി, റൗണ്ടിലേക്ക് കയറുന്ന വഴി. അവിടെ പോലീസുകാർ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബ്ലോക്ക് തകർത്ത് തിരുവമ്പാടിയുടെ കുറച്ച് കമ്മിറ്റിക്കാർ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ കുറേ ആൾക്കാർ ഇടിച്ച് തള്ളി കയറി വന്നു. അപ്പോൾ തന്നെ പോലീസുകാരെല്ലാവരും ചെന്ന് ലാത്തി വീശി. അപ്പോൾ തിരുവമ്പാടി കമ്മിറ്റിക്കാരുടെ മേത്തും അതുപോലെ തന്നെ ഓരോ സ്വാമിമാരോ അങ്ങനെയുള്ള കുറച്ച് പേരുടെ മേത്തൊക്കെ അടി കൊണ്ടു. അതുപോലെ ആൾക്കാരുടെ മേത്തും നല്ല അടി കിട്ടി. അപ്പോൾ അത് പിന്നെ അപ്പം തന്നെ മേള അവസാനിപ്പിച്ചു. അതുപോലെ ലൈറ്റൊക്കെ കെടുത്തി തിരുവമ്പാടിക്കാർ. അപ്പോൾ ആനകളൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് അവിടുത്തെ പരിപാടി. മേളമൊക്കെ അപ്പം തന്നെ നിർത്തി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 മണി, 1:30, 2 മണി വരെയൊക്കെ ആ മേള ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ കമ്മിറ്റിക്കാർ പറയുന്നത് കേട്ടാണ്. അപ്പോൾ ഈ പ്രശ്നം നടന്നുകൊണ്ടത് കമ്മിറ്റിക്കാർക്കൊക്കെ തല്ല് കിട്ടിയതുകൊണ്ട് പോലീസുകാരുടെ എന്താ പറയുക, തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പൂരം നിർത്തി വയ്ക്കുകയാണ്, ഇനി അവർ നടത്തട്ടെ പൂരം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ നടന്നതിൻ്റെ പിന്നാലെ ആനകളൊക്കെ തിരിച്ചു കയറ്റി കൊണ്ടുപോയി. അതുപോലെ മേളം നിർത്തി. അപ്പോൾ എല്ലാ ആനകളെയും തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ആനകൾ തിരിച്ചു കൊണ്ടുവന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ സമയത്ത് തന്നെ അവിടെ ഭയങ്കര ചർച്ച നടക്കണം. തിരുവമ്പാടിയുടെ കമ്മിറ്റിക്കാർ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇനി വെടിക്കെട്ട് നടത്തണില്ല, വെടിക്കെട്ടൊക്കെ വേണമെങ്കിൽ പോലീസുകാർ നടത്തട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നത്. അങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ ഭയങ്കര കലിപ്പിലാണ്. അതായത് പോലീസുകാരുടെ ഒരു തോന്നിവാസമാണ് അവിടെ നടക്കണേ എന്നുള്ള രീതിയിലാണ് അവർ പിരിഞ്ഞു പോയത് കമ്മിറ്റിക്കാർ. അപ്പോൾ വെടിക്കെട്ട് നിർത്തി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളാകെ നിരാശയിലായി. വെടിക്കെട്ട് കാണാൻ വേണ്ടി മെനക്കെട്ട് അവിടെ വന്ന് നിന്ന് അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാത്തു നിന്നിട്ട് അവസാനം വെടിക്കെട്ട് കാണാണ്ട് പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ വരെ എത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേണ്ടി നിന്നു. അപ്പോൾ അവസാനത്തെ ആനയെ ഒരു തിരിച്ച് വിടുകയാണ്. അപ്പോൾ ആന പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ തിടമ്പേറ്റിയ ആന തിരിച്ച് പോവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. അതിലിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഭയങ്കര എന്താ പറയുക, കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ പോലീസുകാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ. ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാൻ പോലും പോലീസുകാർ സമ്മതിക്കില്ല. അവരേതാണ്ട് ഈ തൃശ്ശൂർ പൂരം മൊത്തം അവരെ തലയിൽ കയറ്റി വെച്ച പോലെ ആയിരുന്നു. അങ്ങനെ ഈ പൂരം ശരിക്കും പറഞ്ഞാൽ അവർ അലമ്പാക്കിയെന്ന് തന്നെ പറയാം പോലീസുകാർ. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ എന്നോണം കമ്മിറ്റിക്കാരും
വലിയ ഓഫീസേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിങ്ങിന് അമ്പലനടയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ നേരത്ത് പോലീസുകാരുടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാ ആളുകളും ആ മീറ്റിങ്ങിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നാലേക്ക് പോയി. എല്ലാ ജനങ്ങളും അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ നമുക്ക് ഇപ്പം ഈ കാണുന്ന അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കണം. ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്ന് എടുത്തത്, ചിലപ്പോൾ ലാത്തി ചാർജ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട്. അവസാനം 5 മണി കഴിഞ്ഞ് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. അപ്പം ഇനി എന്തായാലും പൂരത്തിന് വെടിക്കെട്ട് എന്തായാലും മാറ്റി വയ്ക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ആ നേരത്താണ് അവിടെ പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കഥനക്കുറ്റികളൊക്കെ ഞങ്ങൾ കണ്ടത്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ നിരാശയോടെ തിരിച്ചു പോയി. ഇങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിനുണ്ടായ ഒരു അനുഭവം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.